റഫേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമുന്നയിച്ച് അന്താരാഷ്ട്ര കോടതിയിലെത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. ഗസയിലെ അതിക്രമങ്ങൾക്ക് ഇസ്രായേലിനെതിരെ വംശഹത്യാ കുറ്റം ചുമത്തണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പരാതിക്കു പുറമെയാണ് റഫേൽ നടപ്പാക്കുന്ന ക്രൂര സൈനിക നടപടിക്കെതിരെ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിച്ചത്. കേസിൽ ഇന്നലെയാണ് വാദം കേൾക്കൽ അവസാനിച്ചത്. ഈ മാസം 10 സമർപ്പിച്ച പരാതിയിൽ റഫേലിലെ സൈനിക നടപടി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയോട് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 ആരംഭിച്ച കോടതി നടപടികളിൽ ദക്ഷിണാഫ്രിക്കയാണ് ആദ്യം വാദം അവതരിപ്പിച്ചു തുടങ്ങിയത്. റഫേൽ അടക്കം ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യ ഉദ്ദേശിച്ചുള്ള നീക്കമാണെന്നും ഇതിന് തെളിവായി അവരുടെ തന്നെ നിരവധി നേതാക്കളുടെ പ്രസ്താവനകളുണ്ടെന്നും ദക്ഷിണാഫ്രിക്കൻ അംബാസഡർ വുസി മെഡോൺസേല കോടതിയിൽ വാദിച്ചു. ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം, ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് UN-ഉം മറ്റു സന്നദ്ധ ഏജൻസികൾ മുഖേനയും സഹായമെത്തിക്കാൻ സാഹചര്യമൊരുക്കണമെന്നും ദക്ഷിണാഫ്രിക്ക വാദിച്ചു. റഫേലിലെ അധിനിവേശം നിർത്താനായി അടിയന്തര ഉത്തരവ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 7 മാസം പിന്നിട്ട ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് 35,000-ഓളം പേർ മരിച്ചുവെന്നും ഗസ നാമാവശേഷമായെന്നും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഗസ സ്വദേശികളുടെ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ്. ഭക്ഷണവും മരുന്നുകളും മറ്റ് സഹായവും അവർക്ക് നൽകാനായി അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഇപ്പോൾ ഇടപെട്ടില്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണം ഒരിക്കലും സാധ്യമാകാതെ വരുമെന്നും ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടി. റഫേലിലെ ഇസ്രായേൽ ആക്രമണം ഫലസ്തീൻ ജീവിതത്തിന്റെ അടിത്തറ തന്നെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്രാന്വേഷകരെയും മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ തടയുന്നത് മൂലം ഗസയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയതിനു ശേഷം 100ഓളം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്വേഷകരെയും മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ തടയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 1:30 ഇസ്രായേലിന്റെ മറുവാദം തുടങ്ങുക. ജനുവരിയിൽ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അവിടെ വംശഹത്യ നടത്തരുതെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു. മാർച്ചിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും ലഭ്യമാക്കാൻ ഇസ്രായേൽ തയ്യാറാവണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. വലിയ ക്ഷാമമാണ് ഗസ നേരിടാൻ പോകുന്നതെന്നും അന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്.